പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം വാതിൽ തുറക്കും. വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര അടച്ചു വെച്ച വാതിലാണെങ്കിലും, എത്ര സ്ട്രോങ് ആയ വാതിലാണെങ്കിലും ദൈവം തുറക്കും. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. വാതിലുകൾ തുറക്കും. ആമേൻ. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ കടക്കുമ്പോൾ അവർ അർദ്ധരാത്രിക്ക് ആ കാരാഗൃഹത്തിന്റെ അകത്തെ തടവറയിൽ പാടി കർത്താവിനെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. വലിയ ഭൂകമ്പം വന്ന് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് വാതിലെല്ലാം തുറന്നുപോയി. ബന്ധനമെല്ലാം അഴിഞ്ഞുപോയി. ജനത്തിന്റെ ബന്ധനം, അവരുടെ ബന്ധനം, കാരാഗൃഹ പ്രമാണിയുടെ ആത്മഹത്യ എന്ന ബന്ധനം, ഇതെല്ലാം അഴിഞ്ഞു. അവർ വിടുതൽ പ്രാപിച്ചു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം തുറക്കും വാതിൽ. എത്ര വലിയ താമ്ര കഥകാണെങ്കിലും ദൈവം തുറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമുക്കെതിരെ വാതിൽ കൊട്ടി അടച്ചാൽ, ഇനി നീ പുറത്തു വരികയെന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ ഉള്ളിലാക്കി അടച്ചാലും ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കോരശിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നിയോഗം പോലെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായി കോരശിനെ നിയോഗിക്കുക, ബാബേൽ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ദൈവം പറയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ആമേൻ. ദുർഘടങ്ങളെ നിരപ്പാക്കും, വഴി ശരിയാക്കി തരും, പാത ഒരുക്കിത്തരും. താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനെതിരെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പോടാമ്പലുകളോ താമ്ര കഥകളോ ഉണ്ടെങ്കിലും ഭയപ്പെടണ്ട. അത് ഖണ്ഡിക്കുവാൻ, അത് തകർക്കുവാൻ ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ ദൈവമാണ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും, ശക്തമായ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസിനെ ഹേരോദാവ് പിടിച്ച് തടവറയിലാക്കി, കാരാഗൃഹത്തിലാക്കി. ആ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തന്നെ ദൂതനെ അയച്ചു. കാരണം സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ആ വലിയ ജയിലിന്റെ വെളിയിലുള്ള പട്ടണവാതിൽ, അത് ഭയങ്കര വാതിലായിരുന്നു. അവർ പട്ടണത്തിൽ ചെന്ന് ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആമേൻ. ദൈവം ചിലത് ഇടിച്ചു തുറക്കും, ചിലത് സ്വതവേ തുറക്കും. ഇസ്രായേൽ ജനത്തെ ഭയപ്പെട്ട് യെരിഹോവിനെ അടച്ചുപൂട്ടിയിരുന്നു, യെരിഹോവിലേക്ക് കയറാതിരിക്കുവാൻ. യെരിഹോ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക്, അല്ല ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസം കഴിഞ്ഞ് വാഗ്ദത്തത്തിലേക്ക്, കനാനിലേക്ക് കയറുന്ന ആദ്യത്തെ പടിയാ യെരിഹോ. പക്ഷെ കയറാൻ സമ്മതിക്കുന്നില്ല, വാതിൽ അടച്ചുപൂട്ടിയിരുന്നു. പക്ഷേ ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതനും സൈന്യം ഇറങ്ങി വന്നു. തന്റെ ജനം, ഇസ്രായേൽ ജനം പാട്ടുപാടിയതേ ഉള്ളൂ, ആർപ്പിട്ടതേ ഉള്ളൂ. ദൂതൻ ബാക്കി കാര്യം ചെയ്തു, അവർക്ക് വേണ്ടി തുറന്നതുപോലെ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം തുറക്കും. ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. യേശു എന്താ പറയുന്നത്? ഞാൻ വാതിലാകും, അവൻ തന്നെയാണ് വാതിൽ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? ബലവാനായ ദൈവം, യുദ്ധവീരനായ ദൈവം വാതിലുകൾ തുറക്കും. പണ്ടേ ഉള്ളതാണെങ്കിലും ദൈവം തുറക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. യോഹന്നാൻ വെളിപ്പാട് കാണുമ്പോൾ പത്മോസിൽ ഏകാന്തതയിൽ കടന്ന് ആരും സഹായിക്കാനില്ല, പുറത്തവനെ കൊണ്ടുപോകാൻ ആരുമില്ലാതെ മരണം കാത്തു കിടക്കുന്നത് പോലെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമേ അവിടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്തും എന്നെ സംഭവിച്ചെന്നറിയാമോ? 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു. ഇവിടെ കയറി വരിക എന്ന് അവനോട് സംസാരിച്ചു. അവനെ കയറ്റി. വാതിൽ തുറക്കുമേ, ദൈവം തുറക്കും. യാക്കോബ് കല്ല് തലയണയാട്ട് വെച്ച് കിടക്കുന്ന സമയം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ബഥേലില്ല, ഒരു വഴിയുമില്ല, സൂര്യൻ അസ്തമിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അവൻ ദർശനത്തിൽ കാണുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആ വാതിൽ മുകൾ ഭാഗത്തായി നോക്കിയപ്പോൾ യഹോവയായ ദൈവം നിൽക്കുന്നു. ദൈവം വാതിൽ തുറക്കും. ഉയരത്തിൽ നിന്ന് വാതിൽ തുറക്കും. എവിടെയൊക്കെ അടച്ച ശത്രു എവിടെയൊക്കെ അടച്ചാലും ദൈവം വാതിൽ തുറക്കും. ഫിലദൽഫിയ സഭയോട് ദൂത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ, 3-ാമത്തെ 7-8 വാക്യങ്ങളിൽ
ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാ. ആദ്യമേ പറയുന്നുണ്ട്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. ദൈവം അടച്ചാൽ ആർക്കും തുറക്കത്തില്ല കേട്ടോ. പക്ഷെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ, അറിയാവുന്നവരോ, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടവരോ, നിങ്ങളെ ഉയർത്തേണ്ടവരോ, നിങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടവരോ ആരും തുറന്നില്ലെങ്കിലും ഓർത്തില്ലെങ്കിലും ദൈവം ഓർക്കും, ദൈവം തുറക്കും, ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്. എവിടെയാണ് കർത്താവേ എനിക്ക് വഴി തുറക്കുന്നില്ലല്ലോ, ഒരു വാതിൽ തുറന്നു വരുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുകയാ. പക്ഷെ ആ കാത്തിരിപ്പിന്റെ അപ്പുറം ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ശക്തനാ. ഞാനോ എന്റെ രക്ഷയുടെ ദൈവത്തെങ്കിലേക്ക് നോക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. മനുഷ്യനിലേക്ക് നോക്കണ്ട, മനുഷ്യനെ ആശ്രയിക്കണ്ട, യഹോവയിൽ ആശ്രയിക്കുക. കർത്താവ് വാതിലല്ലേ, അവനിൽ ആശ്രയിക്കുക. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യേശുവല്ലാത്ത വാതിലൂടെ കടക്കുന്നവരൊക്കെ നാശത്തിലേക്ക് പോകും. പക്ഷെ യേശുവിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എല്ലാ കാര്യത്തിലും രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നഷ്ടമല്ല, സമൃദ്ധിയും അനുഗ്രഹവും ദൈവം തരും. യേശു ക്രിസ്തു വാതില, നിത്യജീവനിലേക്കുള്ള വാതില, സ്വർഗത്തിലേക്കുള്ള വാതില, രക്ഷയുടെ വാതില. ആമേൻ. അവൻ തുറക്കും നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലും ദൈവം വാതിൽ തുറക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് സമർപ്പിച്ചേ, ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു വഴിയെ കർത്താവെ ലഭിക്കാതെ, ഏതാണ് വഴിയെന്നറിയാതെ, വാതിൽ തുറക്കപ്പെടാതെ അടഞ്ഞിരിക്കുന്ന വാതിലുകളുടെ മുമ്പിൽ എത്രയോ തവണ കൊട്ടികിട്ടും. കർത്താവ് ഒരു വഴിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന വാതിലിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കർത്താവേ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ ദൈവം ഇന്ന് ഈ വചനത്താൽ നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തണം. നിന്റെ മക്കൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കട്ടെ, ദേശത്തിന്റെ വാതിൽ തുറക്കട്ടെ, നന്മയുടെ വാതിൽ തുറക്കട്ടെ, അഭിവൃദ്ധിയുടെ വാതിൽ തുറക്കട്ടെ, രക്ഷയുടെ വാതിൽ തുറക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷമായിട്ടിരിക്കുക. കർത്താവ് വഴി തുറക്കും, അവൻ വാതിൽ തുറക്കും, അവൻ അടയ്ക്കുന്നവനല്ല തുറക്കും. ഹല്ലേലൂയ. ഈ സന്ദേശം പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.